ഹരി ഓം. 84-ാമത്തെ സ്തുതി ശ്രീകൃഷ്ണ മാഹാത്മ്യം. ഈ അധ്യായം മുഴുവൻ ശ്രീകൃഷ്ണ മാഹാത്മ്യം പറയുകയാണ്. ശ്രീശുക ഉവാച സുഖം സുപുര്യാം നിവസൻ ദ്വാരകായാം ശ്രിയപതിഃ സർവസമ്പൽ സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുംഗവൈഃ സ്ത്രീഭിശ്ചോത്തമവേഷാഭിർ നവയൗവനകാന്തിഭിഃ കന്ദുകാദിഭിർഹർമ്മ്യേഷു ക്രീഡന്തിഭിസ്തടിദ്ഭ്യുഭിഃ നിത്യം സങ്കുലമാർഗായാം മദച്യുദ്ഭിർമതംഗജൈഃ സ്വലംകൃതൈർഭടൈരംശ്വൈരഥൈശ്ച കനകോജ്വലൈഃ ഉദ്യാനോപവനാഢ്യായാം പുഷ്പിതദ്രുമരാജിഷു നിർവിശദ്ഭൃംഗവിഹഗൈർനാദിതായാം സമന്തതഃ രേമേ ഷോഡശസാഹസ്രപത്നീനാമേകവല്ലഭ താവത് വിചിത്രരൂപോऽസു തദ്ഗൃഹേഷു മഹർദിഷു പ്രോത്ഫുല്ലോത്പലകൽഹാരകുമുദാംഭോജരേണുഭിः വാസിതാമലതോയേഷു കൂജദ്വിജകുലേഷു ച വിചഹാരവിഹാഹ്യാംഭോ ഹൃദിനീഷു മഹോദയ കുജകുങ്കുമലിപ്താംഗ പരിരബ്ധശ്ച യോഷിതാം ഉപഗീയമാനോ ഗന്ധർവൈർമൃദംഗപണവാനകാൻ വാദയദ്ഭിർമുദാ വീണാസുതമാഗതവന്ദിഭിः സിച്യമാനോച്യുതസ്താഭിർഹസന്തി വിസ്മരേചകൈः പ്രതിസിഞ്ചൻ വിചിക്രീഡേ യക്ഷീഭിർയക്ഷരാടിവ താക്ലിന്നവസ്ത്രവിവൃതോരുകുചപ്രദേശ സിഞ്ചന്ത്യ ഉദ്ധൃതബൃഹത് കബരപ്രസൂനാഃ കാന്തം സ്മരേച കജിഹിരഷയോപഗുഹ്യ ജാതസ്മരോത്സവലസദ്വദനാവിരേജോ കൃഷ്ണസ്തു തത്സ്തനവിഷജ്ജിതകുങ്കുമസ്രജ് ക്രീഡാഭിഷംഗതുതകുന്തളവൃന്ദബന്ധ സിഞ്ചൻ മുഹുർയുവതിഭിഃ പ്രതിഷിച്യമാനോ രേമേ കരേണുഭിരിവേ ഭവതി പരീതഃ നടാനാം നർത്തകീനാം ച ഗീതവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോദത്തസ്യ ച സ്ത്രിയഃ കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാപേക്ഷിതസ്മിതൈഃ നർമ്മക്ഷേളിപരിഷ്വംഗൈः ശ്രീണാം കില ഹൃദാ ധിയാ ഊചുർമുകുന്ദൈകധിയോ ഗിരമുന്മത്തവജ്ജടം ചിന്തയന്ത്യോ അരവിന്ദാക്ഷം താനി മേ ഗദതഃ ശൃണു. ശ്രീവല്ലഭനായ ഭഗവാൻ സമ്പദ് സമൃദ്ധമായ ദ്വാരകയിൽ വളരെ മനോഹരമായ ആ നഗരത്തിൽ 10,108 പത്നിമാർക്ക് ഏകവല്ലഭനായ ജനാർദ്ദനൻ അത്രയും മനോഹരമായ രൂപമെടുത്ത് അവരവരുടെ വീടുകളിൽ കളിച്ചും ചിരിച്ചും വസിച്ചു. ഭഗവാനിൽ തന്നെ ലയിച്ച കൃഷ്ണപത്നിമാർ പ്രകൃതിയിലുള്ള സകലതിനെയും വിളിച്ച് ശ്രീകൃഷ്ണ മാഹാത്മ്യം പറയുന്നു. അവർക്കെല്ലാം 10 പുത്രരും ഉണ്ടായിരുന്നു. ഇവരിൽ 18 പേരാണ് മഹാരഥന്മാർ. പുത്രന്മാരിൽ വെച്ച് പ്രഥമനും പിതൃതുല്യനുമായിരുന്ന പ്രദ്യുമ്നനിൽ നിന്ന് 10,000 ആനകളുടെ ശക്തിയുള്ള അനിരുദ്ധനുണ്ടായി. ഈ കുലത്തിൽ ദരിദ്രരോ ബ്രാഹ്മണഭക്തി ഇല്ലാത്തവരോ ഉണ്ടായില്ല. യാദവരുടെ സംഖ്യ എണ്ണാൻ കഴിയാത്തത്ര ഉണ്ട്.
കുട്ടികളെ പഠിപ്പിക്കുവാൻ മാത്രം 3,88,000 ആചാര്യന്മാർ ഉണ്ടായിരുന്നു. സജ്ജനങ്ങൾക്ക് പരമഗതിയായ ഭഗവാൻ വേദവിഹിതമായ കർമ്മത്തെ സ്വയം അനുഷ്ഠിച്ച് കാട്ടി ധർമാർത്ഥ കാമങ്ങളുടെ സ്ഥാനമായ ഗൃഹസ്ഥാശ്രമത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്തു. ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അതിനിഷ്ഠുരന്മാരായ അസുരന്മാർ മനുഷ്യരിൽ വന്ന് ജനിച്ച് അഹങ്കാരികളായി പ്രജകളെ ദ്രോഹിച്ചു. അവരെ നിഗ്രഹിക്കുന്നതിന് ഭഗവാനാൽ ആജ്ഞാപിക്കപ്പെട്ട ദേവന്മാർ ഭൂമിയിൽ യദുവിൻ്റെ കുലത്തിൽ വന്നു ജനിച്ചു. അവരാണ് യദുക്കൾ. പൂർണ്ണ ബ്രഹ്മം തന്നെയായ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ മുതലായവരുടെ അഭ്യർത്ഥനയാൽ വസുദേവപുത്രനായ ശ്രീകൃഷ്ണനായി ഭൂമിയിൽ വന്നത്. മുഖ്യമായ അവതാരോദ്ദേശ്യം ഭൂമിയുടെ ഭാരം തീർക്കുക എന്നതായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതോടെ ദുഷ്ടസംഹാരം മിക്കവാറും കഴിഞ്ഞ മട്ടായി. ദ്വാരകാവാസികൾ സദാ സന്തുഷ്ടന്മാരായി. അവിടെ എന്നും നൃത്തഗീതാദി വിനോദങ്ങൾ. ഭഗവാനെ ഭർത്താവായി പത്നിമാർ അനുഭവിച്ചു. അവരുടെ ഭാഗ്യത്തിൻ്റെ മഹത്വം മേഘത്തിനോടും പക്ഷികളോടും അവർ ഭഗവത് കഥകൾ പറഞ്ഞു. ആ ഭഗവാന്റെ തിരുനാമങ്ങൾ പാടുകയോ പാവന ചരിത്രമാകുന്ന മഹാതീർത്ഥത്തിൽ മുങ്ങുകയോ കർമ്മങ്ങളെല്ലാം ആ ഭഗവാനു വേണ്ടി സമർപ്പിക്കുകയോ ചെയ്യുന്ന മനുഷ്യൻ പരമപരമായ അമൃതത്വത്തെ പ്രാപിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.